വരുമ്പോഴത്തേക്കും എത്രത്തോളം കളിയെക്കുറിച്ചുള്ള ധാരണ ഇപ്പം ഞങ്ങളിവിടെ 4 വർഷമായി. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പുതുതായി വരുന്ന പ്ലേയേഴ്സ് പോലെയല്ല നമ്മുടെ മുന്നിലുള്ളവർ. ഇപ്പം യങ് പ്ലെയർ ആയാലും സീനിയർ പ്ലെയർ ആയാലും കളിയിൽ യങ് പ്ലെയർ സീനിയർ പ്ലെയർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ അതിലൂടെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ആവാറുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ 4 വർഷം ആയതുകൊണ്ടും പിന്നെ എന്താ പറയുക അക്കാഡമി പ്രൊഫസർ ആയതുകൊണ്ടും അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മൾ അത്ര ഫാൻസിൻ്റെ ഇടയിൽ കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. അപ്പം നമ്മളത് കളിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടീമിനെ പൊതുവെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടീമിൻ്റെ ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതിൽ നിന്നിട്ട് ആ പ്രിൻസിപ്പിൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നാളത്തെ മാച്ചിനെ നേരിടുമ്പോൾ എത്രത്തോളം റെഡിയാണ് ടീം, അല്ലെങ്കിൽ എത്രത്തോളം തയ്യാറാണ് നമ്മുടെ കളിക്കാരെല്ലാം, ഒപ്പം വിപിനും? എല്ലാവരും റെഡിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വീക്ക് നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് പിന്നെ പ്രകാശ് ISL ഫസ്റ്റ് ടൈമാണ്. പിന്നെ നമ്മളായിട്ടായാലും നമ്മൾ അവരായിട്ട് ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. അപ്പം നമുക്കറിയില്ല അവരെ കളി. അവർക്ക് നമ്മളെ പറ്റിയായാലും നമ്മളിപ്പോൾ വീഡിയോ അനലൈസ് ചെയ്ത് നേരിട്ട് കളി കാണുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെന്തായാലും എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ ഫോറിനേഴ്സ് ആയാലും ഇന്ത്യൻ പ്ലേയേഴ്സ് ആയാലും എല്ലാവരും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ അവരായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ നാളെ ഇപ്പോൾ ആര് കളിച്ചാലും എല്ലാവരും 100% കൊടുക്കും എന്നാണ് എല്ലാവരും വിശ്വാസം. താങ്ക് യു.